തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. പോടാ അവിടുന്ന്. എന്റെ മാമ കടയിലെ കച്ചവടവും അലച്ചിലും കഴിഞ്ഞ് വീടെത്തി അത്താഴവും കഴിച്ച് സന്തോഷമായി എൻ്റെ പിള്ളേരെയും കെട്ടിപ്പിടിച്ച് കിടക്കാനാ ഞാൻ ഈ ഓടിപ്പാഞ്ഞു വരുന്നത്. അപ്പൊ നടവാതിക്കൽ നിന്ന് ഇമാതിരി ഗുണ്ടായസം കാണിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? എന്താമേ പ്രശ്നം? ചേടാ ഇനിയിപ്പോ മോന് വല്ലതും എന്താമേ എന്താന്ന് പറ. അയ്യോ എന്റെ മോനെ നിങ്ങൾക്ക് എന്താണ് മനുഷ്യ പ്രാന്തോ? ഈ വീടിന്റെ ഏക പ്രശ്നം നീ ഒറ്റ. മറ്റുള്ളവരുടെ മുമ്പിൽ മിടുക്കനാവാൻ മക്കളെന്ന് പറഞ്ഞ് തേനൊലിപ്പിച്ച് നടക്കുന്ന നല്ല സ്നേഹം. സ്വന്തം സന്തോഷം മാറ്റിവെച്ച് മുണ്ടു മുറുക്കി നിശബ്ദമായി നൽകുന്ന കരുതൽ ഒരു അച്ഛന്റെ സ്നേഹം. ഇതിപ്പോ ഓട്ടോന്റെ പുറകിൽ എഴുതി വെക്കാലോ. അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ചത് അത് പറ. മക്കളോടും കുടുംബത്തിനോടും സ്നേഹമുള്ള ആരെങ്കിലും സ്വന്തം വീടിന്റെ ആധാരം മോഷ്ടിച്ച് പണയം വെക്കോടാ? നിനക്കെപ്പോഴും നിന്നെ മാത്രം സ്നേഹിക്കാൻ അറിയൂ, അന്നും ഇന്നും. അപ്പൊ ഇതായിരുന്നു കാര്യം. അമ്മേ, നിങ്ങളോട് ചോദിക്കാതെ ഞാനത് ചെയ്തു എന്നുള്ള കാര്യം സത്യം. പക്ഷേ എൻ്റെ മുമ്പിൽ അല്ല, നമ്മുടെ മുമ്പിൽ വേറെ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നോ? കറക്റ്റ് സമയത്ത് പണം നൽകില്ലായിരുന്നെങ്കിൽ ആ ഷോപ്പ് വല്ല ആമ്പിള്ളേരും കൊണ്ടുപോയേനെ. ഇതല്ലാതെ അത്രയും പണം ഉണ്ടാക്കാൻ വേറെ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നോ നമുക്ക്? ഉണ്ടായിരുന്നോ മാമ? ഉണ്ടായിരുന്നോ? കണ്ടോ, വേറെ വഴിയില്ല. പിന്നെ നിങ്ങളോട് ചോദിച്ചില്ല എന്ന് മാത്രം. ഈ കച്ചവടത്തിന് ഹാർഡ് വർക്കിനല്ല, സ്മാർട്ട് വർക്കിലാണ് വിജയം. ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നെങ്കിൽ അതൊരു ചർച്ചയ്ക്ക് വെച്ച് തീരുമാനമാവാതെ വീണ്ടും ചർച്ചയ്ക്ക് വെച്ച് ഈ നിമിഷം വരെ ഒരു തീരുമാനമാവാതെ നിന്നേനെ. ഇപ്പൊ എന്തായി? ടൗണിലെ കണ്ണായ സ്ഥലത്ത് നമുക്കൊരു സ്വന്തം ഷോപ്പ്. അമ്മയുടെയും മാമന്റെയും ഒക്കെ പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹവും കൊണ്ടും കച്ചവടം പൊടി പൊടിക്കുന്നുണ്ട്. ആ സന്തോഷം നിങ്ങളോട് പറയാനാണ് ഞാൻ ഓടിപ്പാഞ്ഞ് വന്നത്. അപ്പോഴാണ് ഇങ്ങനൊരു ട്വിസ്റ്റ്. എന്ത് പറയാനാന്ന് പറ. വാങ്ങിക്കൊണ്ടെന്നൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളയുകയും ചെയ്യും. എന്തിന്റെ കാര്യത്തിനാണ്? ദാമേ വാങ്ങിക്ക്. അമ്മ ടെൻഷൻ അടിക്കാതെ. പീതാംബരന് കൊടുക്കാനുള്ള പലിശ ഞാൻ നാളെ കൊടുക്കും. എത്രയും വേഗം മറ്റാരും അറിയാതെ വീടിന്റെ പ്രമാണം ഞാൻ തിരിച്ചു വാങ്ങുകയും ചെയ്യും. പിന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ ഭാര്യക്ക് വാങ്ങിയതാ. ഇനിയെല്ലാം ഒന്നേന്ന് തുടങ്ങണം. മാമനൊരു കാര്യം ചെയ്യും. ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് മാമന്റെ ചൂടൊക്കെ ഒന്ന് തണുപ്പിച്ച് പോയി കിടന്ന് ഉറങ്ങും. അതല്ലേ വേണ്ടത്. അമ്മേ, ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. ഗുഡ് നൈറ്റ്.